വെൽക്കം സ്റ്റുഡൻസ് ടു ഫിഫ്ത് വീഡിയോ ഓൺ സൊല്യൂഷൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നും ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ റിലേറ്റീവ് ലോവറിംഗും വേപ്പർ പ്രഷറിനെ പറ്റിയും വിശദമായി പഠിച്ചു. ഈ വീഡിയോയിൽ 2ഉം 3ഉം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയ എലിവേഷനും ബോയിലിംഗ് പോയിന്റും ഡിപ്രഷനും ഫ്രീസിംഗ് പോയിന്റും എന്താണെന്ന് വിശദമായി കാണാം. ആദ്യമായി എലിവേഷനും ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തുല്യമായി വരുന്ന ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി കണ്ടു. അതുകൊണ്ട് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാവുകയില്ല. സൊല്യൂഷൻ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകുന്നത്. അതായത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും. ഇത് നമുക്ക് വാട്ടർ സോൾവെന്റായി വരുന്ന ഒരു സൊല്യൂഷന്റെ ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. ഒരു ബീക്കറിൽ പ്യുവർ വാട്ടർ എടുത്ത് ഹീറ്റ് ചെയ്യുന്നു. അതിന്റെ ടെമ്പറേച്ചർ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഹീറ്റ് എനർജി കിട്ടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതായി കാണാം. പ്യുവർ വാട്ടറിന്റെ നോർമൽ ബോയിലിംഗ് പോയിന്റായ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. പിന്നീട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്നതും കാണാം. അടുത്തതായി പ്യുവർ വാട്ടറിൽ കുറച്ച് സോൾട്ട് ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഈ സൊല്യൂഷൻ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായതായി കാണാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റും പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എലിവേഷനോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ ടി ബി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൽറ്റ ടി ബി ഇറ്റ് ഈസ് ഈക്വൽ ടു boiling point of solution minus boiling point of pure solvent. Elevation of boiling point നമുക്ക് ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ കൂടുതലായി മനസ്സിലാക്കാം. Y ആക്സിസിൽ വേപ്പർ പ്രഷറും X ആക്സിസിൽ ടെമ്പറേച്ചറുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടലായി കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുമെന്ന് നമുക്ക് അറിയാം. റെഡ് ലൈൻ കാണിക്കുന്നത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ റിലേഷനാണ്. ആ ലൈൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈനിന് ടച്ച് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് T0B. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷന്റെ ഗ്രാഫാണ് ഗ്രീൻ കളറിൽ കാണുന്നത്. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകുന്നില്ല. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകുന്നത്. ആ ടെമ്പറേച്ചറാണ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് TB. T0Bയും TBയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡെൽറ്റ TB, അതായത് എലിവേഷനോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എലിവേഷനോ ബോയിലിംഗ് പോയിന്റ് ഉപയോഗിച്ച് ഒരു സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. എക്സ്പെരിമെന്റ്സിൽ നിന്നും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ TB ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു M. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ഡെൽറ്റ TB ഇറ്റ് ഈസ് ഈക്വൽ ടു KB മൾട്ടിപ്ലൈഡ് ബൈ M. ഈ KBന് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഡെൽറ്റ TB ഈക്വൽ ടു KBM. ഈ ഇക്വേഷനിൽ മൊളാലിറ്റിക്ക് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ TB KBക്ക് തുല്യമായി വരും. അതായത് ഒരു മോളാർ സൊല്യൂഷന്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെയാണ് KB എന്ന് പറയുന്നത്. KBയുടെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. വാട്ടറിന്റെ KBയുടെ വാല്യൂ 0.52 കെൽവിൻ
കിലോഗ്രാം പെർ മോൾ ആണ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി മൾട്ടിപ്ലൈഡ് ബൈ എം എന്ന ഇക്വേഷനിൽ എമ്മിന് പകരം അതിന്റെ ഫോർമുല W2 by M2 മൾട്ടിപ്ലൈഡ് ബൈ 1000 ഡിവൈഡഡ് ബൈ W1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി മൾട്ടിപ്ലൈഡ് ബൈ W2 മൾട്ടിപ്ലൈഡ് ബൈ 1000 ഹോൾ ഡിവൈഡഡ് ബൈ M2 മൾട്ടിപ്ലൈഡ് ബൈ W1 എന്ന് കിട്ടും. ഈ ഫോർമുല ഉപയോഗിച്ച് മറ്റുള്ള വാല്യൂസ് അറിയാമെങ്കിൽ അൺനോൺ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. വീടുകളിൽ മുട്ട പുഴുങ്ങുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതെന്തിനാണെന്ന് അറിയാമോ? കോമൺ സോൾട്ട് ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ഉയർന്ന ടെമ്പറേച്ചറിലാണ് വെള്ളം ബോയിൽ ചെയ്യുക. ഈ ഉയർന്ന ടെമ്പറേച്ചറിൽ മുട്ടകൾ എളുപ്പത്തിൽ ഹാർഡ് ബോയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഫോർമുല ഉപയോഗിച്ചുള്ള 2 പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം 18 gram of glucose is dissolved in 1 kilogram of water in a saucepan. At what temperature will water boil at 1.013 bar? Kb for water is 0.52 Kelvin kilogram per mole. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്ലൂക്കോസ് ചേർത്ത സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാം. ഡെൽറ്റ ടി ബിയുടെ ഫോർമുല നമുക്ക് അറിയാം. W2 is equal to 18 gram. W1 is equal to 1000 gram. ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് M2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 180 gram per mole എന്ന് കിട്ടും. പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 373.15 കെൽവിൻ എന്ന് കിട്ടും. Kb is equal to 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് ഡെൽറ്റ ടി ബിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.052 കെൽവിൻ എന്ന് കിട്ടും. ഡെൽറ്റ ടി ബി എന്നാൽ ടി ബി മൈനസ് ടി ബി നോട്ട് ആണെന്ന് നമുക്കറിയാം. ആ ഫോർമുലയിൽ ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് 373.202 കെൽവിൻ എന്ന് കിട്ടും. സെക്കൻഡ് പ്രോബ്ലം ഇനി നമുക്ക് കാണാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 Kelvin. When 1.8 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute. Kb for benzene is 2.53 Kelvin kilogram per mole. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് ആണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഡെൽറ്റ ടി ബിയുടെ ഫോർമുല തന്നെയാണ്. ഇവിടെ W2, W1, TB, TB0, KB എന്നീ വാല്യൂകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ബി ഡയറക്റ്റ് തന്നിട്ടില്ല. ഡെൽറ്റ ടി ബി is equal to TB മൈനസ് TB0 ആണെന്ന് നമുക്ക് അറിയാം. ഈ ഇക്വേഷനിൽ TBയുടെയും TB0ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി ബി is equal to 0.88 കെൽവിൻ എന്ന് കിട്ടും. ഡെൽറ്റ ടി ബിയുടെ വാല്യൂവും തന്നിട്ടുള്ള മറ്റു വാല്യൂസും ഡെൽറ്റ ടി ബിയുടെ മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് M2 is equal to 58 gram per mole എന്ന് കിട്ടും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്താണെന്നും അതിന്റെ ഗ്രാഫും മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയും പ്രോബ്ലംസും എല്ലാം നമ്മൾ വിശദമായി കണ്ടു. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു സബ്സ്റ്റൻസിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്നത് ആ സബ്സ്റ്റൻസിന്റെ സോളിഡ് ഫേസിനും ലിക്വിഡ് ഫേസിനും ഒരേ വേപ്പർ പ്രഷർ വരുന്ന ടെമ്പറേച്ചർ ആണ്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷന്റെ സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ പ്യുവർ സോൾവെന്റിനേക്കാളും കുറവായിരിക്കും. പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റും സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ ടി എഫ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്
ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്നത് ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഗ്രാഫിൽ വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന പർപ്പിൾ ലൈൻ സോളിഡ് ഫേസിലുള്ള സോൾവെന്റിനെയും റെഡ് ലൈൻ ലിക്വിഡ് ഫേസിലുള്ള സോൾവെന്റിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഫ്രോസൺ സോൾവെന്റും ലിക്വിഡ് സോൾവെന്റും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ അഥവാ അവരുടെ വേപ്പർ പ്രഷറുകൾ തുല്യമാകുന്ന ടെമ്പറേച്ചർ, ഇതിനെയാണ് സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് TF0 എന്ന് പറയുന്നത്. ഗ്രീൻ ലൈൻ സൂചിപ്പിക്കുന്നത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ആണ്. TF0 എത്തുമ്പോൾ സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ വീണ്ടും കുറയുമ്പോഴാണ് സൊല്യൂഷന്റെ ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും കോ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചറിലാണ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്നത്. അതായത് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് TF പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് TF0നേക്കാളും കുറവായിരിക്കും. TF0ഉം TFും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡെൽറ്റ TF അഥവാ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ കണ്ട പോലെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഡെൽറ്റ TF ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു M. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF മൾട്ടിപ്ലൈഡ് ബൈ M എന്ന് കിട്ടും. KF എന്നത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഒരു മോളാർ സൊല്യൂഷന്റെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെയാണ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് അറിയപ്പെടുന്നത്. KFന്റെ യൂണിറ്റും KBയുടെ യൂണിറ്റും സിമിലർ ആണ്. KFന്റെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. വാട്ടറിന്റെ KF വാല്യൂ 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF മൾട്ടിപ്ലൈഡ് ബൈ M എന്നതിൽ മൊളാലിറ്റിക്ക് പകരം അതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF മൾട്ടിപ്ലൈഡ് ബൈ W2 മൾട്ടിപ്ലൈഡ് ബൈ 1000 ഹോൾ ഡിവൈഡഡ് ബൈ M2 മൾട്ടിപ്ലൈഡ് ബൈ W1 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ആന്റി ഫ്രീസ്? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാൻ ചേർക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ആന്റി ഫ്രീസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ഹിൽ സ്റ്റേഷനുകളിൽ കാർ റേഡിയേറ്ററുകളിൽ വെള്ളത്തിനോടൊപ്പം എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ ചേർക്കാറുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? എത്തിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലും വാട്ടർ ഫ്രീസ് ആകാതിരിക്കുന്നു. എത്തിലീൻ ഗ്ലൈക്കോൾ ഒരു ആന്റി ഫ്രീസ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോൾഡ് കൺട്രീസിൽ റോഡിലെ സ്നോ നീക്കം ചെയ്യാൻ ബ്രൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ കുറയും. അപ്പോൾ ഐസ് എളുപ്പത്തിൽ മെൽറ്റ് ചെയ്ത് മാറ്റുവാൻ കഴിയും. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. 45 gram of ethylene glycol is mixed with 600 gram of water. Calculate the freezing point depression and the freezing point of the solution. ഇവിടെ നമുക്ക് ആദ്യമായി കണ്ടുപിടിക്കേണ്ടത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ആണ്. W2 is equal to 45 gram, W1 is equal to 600 gram. M2 നമ്മൾ കണ്ടുപിടിക്കണം. മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. വാല്യൂസ് കൊടുക്കുമ്പോൾ 62 gram per mole എന്ന് കിട്ടും. T0F വാട്ടർ ആയ കാരണം ഫ്രീസിംഗ് പോയിന്റ് 273.15 കെൽവിൻ ആണ്. KF is equal to 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ TFന്റെ വാല്യൂ 2.2 കെൽവിൻ എന്ന് കിട്ടും. ഡെൽറ്റ TF is equal to TF0 മൈനസ് TF ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കിട്ടിയ ഡെൽറ്റ TFന്റെ വാല്യൂം TF0ന്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ TF is equal to 270.95 കെൽവിൻ എന്ന് കിട്ടും. ഇതോടുകൂടി സൊല്യൂഷന്റെ 5th വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ
എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും എന്താണെന്ന് വിശദമായി കണ്ടു.